ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക സംഘം നാളെ SIT ഔദ്യോഗികമായി കേസ് ഏറ്റെടുക്കും. സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി വിജിലൻസ് ഇന്ന് രേഖപ്പെടുത്തി. ശബരിമലയിലെ മൂല്യമുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാൻ ജസ്റ്റിസ് KT ശങ്കരനും ഉടൻ സന്നിധാനത്തെത്തും. ശബരിമല വിഷയത്തിൽ BJP സംസ്ഥാന വ്യാപകമായി നടത്തിയ മാർച്ച് വ്യാപക സംഘർഷത്തിൽ കലാശിച്ചു. KPCCയുടെ വിശ്വാസ സംഗമം ഇന്ന് പത്തനംതിട്ടയിൽ നടക്കും. ഔദ്യോഗികമായി കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ആസ്ഥാനത്തെത്തിയ CIമാരായ ബിജു രാധാകൃഷ്ണനും അനീഷും ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറുമായി ആശയവിനിമയം നടത്തി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ പകർപ്പടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി അന്വേഷണം ഏറ്റെടുത്ത ഉടനെ FIR രജിസ്റ്റർ ചെയ്ത് നടപടികൾ വേഗത്തിലാക്കാനാണ് നീക്കം. അതേസമയം അന്വേഷണം പൂർത്തിയാക്കി ദേവസ്വം വിജിലൻസ് നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ വിശദമായ ഇന്ന് വിജിലൻസ് രേഖപ്പെടുത്തി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയാണ് പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയത്. ശബരിമലയിലെ മൂല്യമുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാൻ ജസ്റ്റിസ് KT ശങ്കരനും ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണം പൂശിയ പുതിയ പാളിയും പരിശോധന വിധേയമാക്കും. SIT രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനൊപ്പം സ്വത്തുക്കളുടെ മൂല്യം കണക്കാക്കാനാണ് ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് KT ശങ്കരനെ ചുമതലപ്പെടുത്തിയത്. ഹൈക്കോടതി വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെ കുറ്റക്കാരായ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും തീരുമാനം. ശബരിമല വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുകയാണ്. ജില്ലാ കളക്ടറേറ്റുകളിലേക്കായിരുന്നു BJPയുടെ പ്രതിഷേധം. അയ്യപ്പന്റെ സ്വത്ത് സർക്കാർ കൊള്ളയടിച്ചെന്നാരോപിച്ച് നടത്തിയ പ്രതിഷേധം പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട്, കൊല്ലം, എറണാകുളം കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷമുണ്ടായി. പ്രവർത്തകരും പോലീസും നിരവധി തവണ ഏറ്റുമുട്ടി. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരും കാസർഗോഡും കോഴിക്കോടും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് നടന്ന മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചു. ദേവസ്വം ആസ്ഥാനത്തിന് മുൻപിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രതിഷേധം നടത്തി. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.